നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ചർച്ചാ വിഷയമായ ഒരു മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ്. സാധാരണഗതിയിൽ നേരത്തെയൊക്കെ ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുന്ന ഒരാളായിരുന്നു മന്ത്രി കെ ബി ഗണേഷ് കുമാർ. എന്നാൽ സുരേഷ് ഗോപി രാഷ്ട്രീയത്തിൽ വന്നതോടുകൂടി കെ ബി ഗണേഷ് കുമാറിനെ നിലതെറ്റിയ അവസ്ഥയിലാണ്. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം സുരേഷ് ഗോപിയെ ആക്രമിക്കുക ഒരു പ്രധാനപ്പെട്ട പതിവാക്കി മാറ്റിയിരിക്കുകയാണ്. അതിനുമപ്പുറം ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകന് നേരെ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ വരവ്. ഇപ്പോൾ മന്ത്രി കെ വി ഗണേഷ് കുമാർ പറയുന്നത് തന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ താൻ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുമെന്നൊക്കെയാണ്. തൻ്റെ കുടുംബജീവിതം നശിപ്പിച്ചത് ഉമ്മൻചാണ്ടിയാണ് എന്ന വാദമൊക്കെ ഇപ്പോൾ കെ വി ഗണേഷ് കുമാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കെ വി ഗണേഷ് കുമാറിൻ്റെ മന്ത്രിപദം അത് പോകാൻ കാരണം ഉമ്മൻചാണ്ടിയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. ഉമ്മൻചാണ്ടിയും ആയി അതിനെന്ത് ബന്ധം എന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. സാധാരണക്കാരായ ഒരാൾ എന്നതിനപ്പുറത്തേക്ക് ഒരു ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ആ സമയത്ത് ഏറ്റവും സജീവമായി ഈ വിഷയത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നൊരു മാധ്യമപ്രവർത്തക കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കെ ബി ഗണേഷ് കുമാർ പറയുന്ന ഈ വാദം, ഇപ്പോൾ ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല, ഞാൻ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയവുമായി യോജിക്കുന്ന ആളുമല്ല. ആദ്യമേ തന്നെ പറയാം, ഉമ്മൻചാണ്ടിയോട് സത്യസന്ധനായ ഒരാൾ, മാന്യനായ ഒരാൾ എന്നതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും എനിക്കില്ല. എൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു ബന്ധവുമില്ല. ആ രാഷ്ട്രീയത്തിന് അനുകൂലമായി സംസാരിക്കുന്ന ഒരാളുമല്ല ഞാൻ. പക്ഷെ അന്നും ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച സോളാർ തട്ടിപ്പുകാരിയെക്കുറിച്ചും അങ്ങനെ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല എന്നും ഉറച്ചു പറയുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. കാരണം രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇത്തരം വിഷയങ്ങളിലുള്ള ധാർമ്മികത ഒരിക്കലും ചോദ്യം ചെയ്യപ്പെട്ടതല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അന്ന് ഇതുപോലെ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും വ്യക്തമായും കൃത്യമായും ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പറഞ്ഞിരുന്നു, ഉമ്മൻചാണ്ടിയെ അത്തരത്തിൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വമാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെക്കുറിച്ച് മറ്റൊരു ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കെ വി ഗണേഷ് കുമാർ ഉന്നയിക്കുന്നത്. തൻ്റെ കുടുംബം തകർത്തത് ഉമ്മൻചാണ്ടിയാണ് എന്ന വാദമൊക്കെ വെക്കുന്നു. തൻ്റെ ഭാര്യയെയും മക്കളെയും ഒക്കെ, തൻ്റെ മക്കളെ തന്നിൽ നിന്ന് വേർതിരിച്ചത് ഉമ്മൻചാണ്ടിയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വ്യക്തമായി ഇതിലൊരു കാര്യം പറയാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ വിഷയം അറിയുമ്പോൾ തന്നെ, അതായത് നമുക്കറിയാം കെ ബി ഗണേഷ് കുമാറിൻ്റെ ആദ്യ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിനെല്ലാം അറിയാം. ഈ ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ ആ സമയത്ത് ഉണ്ടായ പ്രശ്നം, ആ ഉമ്മൻചാണ്ടി മന്ത്രിസഭ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്നപ്പോഴുള്ള പ്രശ്നം മാത്രമല്ല അത്. അതിനും എത്രയോ വർഷങ്ങൾക്ക് വിവാഹം കഴിഞ്ഞ് ഉടൻ തന്നെ ആദ്യത്തെ കുട്ടിയായി ഏതാണ്ട് ഉടൻ തന്നെ ഇവർ തമ്മിൽ വേർപിരിഞ്ഞിരുന്നു. അതിനുശേഷം എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജസ്റ്റിസ് ഡി ശ്രീദേവി അടക്കമുള്ളവരുടെ ഇടനിലയിൽ സംസാരിച്ച് ഒത്തുതീർപ്പായി വീണ്ടും ഒരുമിച്ച് താമസിക്കാനും രണ്ടാമതൊരു കുട്ടിയാവുകയും ഒക്കെ ചെയ്ത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പ്രശ്നമുണ്ടാകുന്നു. ഈ പ്രശ്നം സത്യത്തിൽ ഗണേഷ് കുമാറിന് അടികിട്ടിയ കാര്യം, ഗണേഷ് കുമാറിൻ്റെ സുഹൃത്തും കാമുകിയുമായിരുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവിൽ നിന്നും അടികിട്ടിയ കാര്യം, അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ സോളാർ തട്ടിപ്പുകാരിയല്ല, മറ്റൊരു സ്ത്രീയാണ്. അതായത് ഗണേഷ് കുമാറിൻ്റെ മകൻ്റെ കൂടെ പഠിച്ചിരുന്ന കുട്ടിയുടെ അമ്മയായിരുന്നു. അതുകൊണ്ട് ആ കുട്ടിയാണ് ഈ വിഷയങ്ങൾ യാമിനി തങ്കച്ചിയെ ആദ്യം അറിയിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വിഷയം ആദ്യം അറിയുമ്പോൾ തന്നെ യാമിനിയെ തങ്കച്ചിയെ അന്വേഷിച്ച്, യാമിനി തങ്കച്ചി ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലേക്ക് എത്തപ്പെട്ട ഒരാളാണ് ഞാൻ. വാർത്തയുടെ കാര്യമായാണ്. അങ്ങനെ എനിക്കായിരുന്നു ഞാൻ റിപ്പോർട്ടറായിരുന്നു. നികേഷ് കുമാർ എന്നെയാണ് ഏൽപ്പിച്ചത്. ഞാൻ ക്യാമറമാനെയൊക്കെ താഴെ നിർത്തി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് അവിടെ ജോലി ചെയ്യുന്നൊരു ഉദ്യോഗസ്ഥയാണ്, അവരൊരു ഡോക്ടറാണ്, അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ ക്യാമറമാനെ കൊണ്ടുപോകണ്ട എന്ന എൻ്റെ ധാർമ്മികതയുടെ ഭാഗമായി ഞാൻ കാറിൽ അവരെ ഇരുത്തിയ ശേഷം ഞാൻ ഒറ്റയ്ക്ക് പോയി അവരെ കാണുകയും അവരെൻ്റെ ഫോൺ നമ്പർ അപ്പോൾ തന്നെ ഫോണിൽ സേവ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് നിയമസഭയിൽ ഈ വിഷയം ചർച്ചയാകുന്നത്. നിയമസഭയിൽ ഈ വിഷയം ചർച്ചയാക്കിയത് PC ജോർജാണ്. ഈ വിഷയം ഒരു പത്രത്തിൽ വരികയും അത് നിയമസഭയിൽ ചർച്ചയാക്കുകയും ചെയ്യുന്നു. ആ ചർച്ച നടന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീണ്ടും ഈ വിഷയം അടിയും പിടിയും ഒക്കെ ആയി എന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം യാമിനി തങ്കച്ചിയാണ് അടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി ആദ്യഘട്ടത്തിൽ കെ വി ഗണേഷ് കുമാർ നൽകുന്നു. അതുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനം യാമിനി തങ്കച്ചി വിളിക്കുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ആർക്കും അവരുടെ അഭിഭാഷകയെ മാത്രമേ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ.
ഞാൻ നേരത്തെ അവരുമായി പോയി ഒരു ബന്ധമുണ്ടാക്കി, എൻ്റെ ഫോൺ നമ്പർ സേവ് ആയിരുന്നുകൊണ്ട് ഞാൻ വിളിച്ച ഉടനെ അവർ ഫോൺ എടുത്ത് 5 മണിക്ക് വാർത്താ സമ്മേളനം ഉണ്ടെന്ന് എന്നോട് പറയുകയും ചെയ്തു. അന്ന് അവർ വാർത്താ സമ്മേളനം നടത്തി തനിക്ക് അടി കിട്ടിയ കാര്യവും ഗണേഷ് കുമാറിൽ നിന്നുണ്ടായ കാര്യങ്ങളും ഒക്കെ തുറന്നു പറഞ്ഞു. അതിനുശേഷം പലവട്ടം ഒരു കൊച്ചിയിൽ നിന്ന് അന്ന് റിപ്പോർട്ടറായിരുന്ന അനുപമ ഇൻ്റർവ്യൂ എടുക്കാനായി, പ്രത്യേക സ്പെഷ്യൽ ഇൻ്റർവ്യൂ എടുക്കാനായി വന്നിരുന്നു. എനിക്ക് തോന്നുന്നു 2 ചാനലുകൾക്ക് മാത്രമാണ് അന്നൊരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ കിട്ടിയത്. അത് റിപ്പോർട്ടറിൽ ഞാനുമായി നല്ല ബന്ധമുണ്ടായിരുന്നുകൊണ്ട് റിപ്പോർട്ടറിൽ അന്ന് ഒരു ഇൻ്റർവ്യൂ കിട്ടി. അതുപോലെ തന്നെ സിന്ധു സൂര്യകുമാറിനും 2 ഇൻ്റർവ്യൂ ആണെന്ന് പ്രൈവറ്റായി അവർ നൽകിയ ഇൻ്റർവ്യൂ. അവരുമായി ഈ യാമിനി തങ്കച്ചിയുമായി അന്ന്, ഇപ്പോൾ എന്നെ അവർക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എങ്കിലും അന്നത്തെ കാലത്ത് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ആ സമയത്ത് യാമിനി തങ്കച്ചി എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉമ്മൻചാണ്ടിയാണ് തൻ്റെ കുടുംബ ബന്ധം തകർത്തതെന്നും മക്കളെ അകറ്റിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഗണേഷ് കുമാർ ഈ കാര്യത്തിൽ വലിയ വാദഗതികളൊക്കെ മുന്നോട്ട് വെക്കുമ്പോൾ അന്ന് യാമിനി തങ്കച്ചി പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി അവർ പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഏതായാലും വ്യക്തിപരമായ ഒരു വിഷയമായിരുന്നു. സാധാരണഗതിയിൽ കുടുംബ വിഷയങ്ങളിൽ ഞാൻ അഭിപ്രായം പറയുകയോ ആരുടെയും ഭാഗം പറയുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. കാരണം കുടുംബജീവിതത്തിൽ കുടുംബജീവിതത്തിനകത്തുള്ളവർക്ക് മാത്രമേ, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നവർക്ക് മാത്രമേ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനും പരസ്പരമുള്ള പ്രശ്നങ്ങൾ അറിയുകയുള്ളൂ. ഇനി അത് മാത്രമല്ല, 2 വ്യക്തികൾ തമ്മിലുള്ള യോജിപ്പ് എന്ന് പറയുന്നത് എല്ലാവരും ചേരില്ല, ചിലർക്ക് ചിലരെ ചേരുകയുള്ളൂ. അതാണ് അതിൻ്റെ വാസ്തവം. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കി പിരിഞ്ഞു പോവുകയോ വഴക്കുണ്ടാക്കാതെ കൈകൊടുത്ത് പിരിഞ്ഞു പോകണമെന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. എല്ലാവർക്കും യോജിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനത് പറയുന്നത്. അപ്പോൾ ആ വിഷയങ്ങളൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ കുട്ടിയായിരുന്നു. ഈ പ്രശ്നം നടക്കുമ്പോൾ കുട്ടിയുടെ ഗണേഷിൻ്റെ മൂത്ത മകൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുകയായിരുന്നു. അപ്പോൾ അന്ന് യാമിനി കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മകൻ്റെ പരീക്ഷ എങ്ങനെയാകുമെന്ന് എനിക്കറിയില്ല, അവരുടെ അവസ്ഥ എന്താകുമെന്ന് അറിയില്ല. കാരണം പത്രങ്ങളിൽ വാർത്ത വരുന്നു, ചർച്ച ചെയ്യുന്നു. ഒരു അർദ്ധരാത്രിയാണ്, എന്നാണ് എനിക്ക് തോന്നുന്നു, ഒരു 11 മണി 12 മണി സമയത്തോ മറ്റോ ആണ് യാമിനി തങ്കച്ചി മുഖ്യമന്ത്രിയെ കാണാൻ പോലും വരുന്നത്. അത്രയേറെ കലാപകലുഷിതമായൊരു സമയമായിരുന്നു അത്. പല പ്രശ്നങ്ങൾ, സോളാർ തട്ടിപ്പുകാരിയുടെ വിഷയം, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിന് പുറത്തുള്ള ഗണേഷ് കുമാറിൻ്റെ ചില അവിഹിത ബന്ധങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയും വലിയ പ്രശ്നമുണ്ടാവുകയും ചെയ്യുന്നു. ഒരു സ്ത്രീയെ, അതും ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും, കുടുംബ പ്രശ്നമെന്ന് പറഞ്ഞ് തള്ളിക്കളയാനാവില്ല. അവരെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് അവർ കൃത്യമായി തെളിവ് ഹാജരാക്കിയാൽ ഗണേഷ് കുമാറിനെ രാജിവെപ്പിക്കാനേ മുഖ്യമന്ത്രിക്ക് കഴിയുകയുള്ളൂ. അത് തന്നെയാണ് അന്ന് ഉമ്മൻചാണ്ടി ചെയ്തിട്ടുള്ളത്. അതിന് ഉമ്മൻചാണ്ടിയാണ് എൻ്റെ കുടുംബം തകർത്തതെന്ന് പറയും, ഞാൻ എന്തോ പറയും എന്ന മട്ടിൽ ചാണ്ടിയുമ്മനെ വെല്ലുവിളിക്കുന്ന കെ ബി ഗണേഷ് കുമാറിനെ കണ്ടു. ഗണേഷ് കുമാർ ഇപ്പോൾ ആരെ വെല്ലുവിളിക്കണം, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. കഴിഞ്ഞിടെ മുഴുവൻ ബസ്സുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മേയർ വി രാജേഷിനെയായിരുന്നു വെല്ലുവിളിച്ചത്. അതിനു മുമ്പ് കുറേ നാളുകളായി സ്ഥിരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയാണ്. ഏതായാലും സുരേഷ് ഗോപി അതിനുള്ള മറുപടി കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ട് എയിംസിൻ്റെ കാര്യത്തിൽ. സാധാരണ ഈ സിനിമാക്കാരെ അതൊരു പ്രൊഫഷണൽ എത്തിക്സിൻ്റെയും പ്രൊഫഷണൽ ബഹുമാനത്തിൻ്റെയും ഒരു റെസ്പെക്റ്റിൻ്റെയും ഒക്കെ കാര്യമാണ്. സാധാരണ ഇപ്പോൾ ജേർണലിസ്റ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും പുറത്തു വന്ന് ചീത്ത വിളിക്കാറില്ല, അല്ലെങ്കിൽ പുറത്തു വന്ന് അങ്ങനെ ഉപദ്രവിക്കാറില്ല പരസ്പരം. എല്ലാ ഫീൽഡിലും അങ്ങനെ തന്നെയാണ്. അതൊരു മാന്യമായ ഇടപാടുമല്ല. നമുക്ക് ദേഷ്യമുള്ള പലരും ഉണ്ടാവാം, അവർക്ക് വ്യക്തിപരമായ പല വിഷയങ്ങളുണ്ടാവാം. ആ വിഷയങ്ങളൊന്നും നമ്മൾ വന്ന് പൊതുസമൂഹത്തിൽ വന്ന് പറയാറുമില്ല. നിലപാടുകളിലെ ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യമുണ്ടെങ്കിൽ നമുക്ക് പറയാമെന്നതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയുടെ വ്യക്തികാര്യങ്ങൾ പറയുന്നത് നല്ല ശീലമല്ല. പക്ഷെ ഇവിടെ നിരന്തരം, അതായത് സുരേഷ് ഗോപി പള്ളിയിൽ പോയി കഞ്ഞു കുടിച്ചതിനെ, സുരേഷ് ഗോപിയെ എയിംസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഏതൊക്കെ തരത്തിൽ ആക്രമിക്കാമോ അത്തരത്തിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇട്ടാവട്ടത്തിൽ കിടന്ന കേരളത്തിലെ ഒരു മന്ത്രിയാകാനല്ലേ ഈ ഗണേഷ് കുമാർ ഇത്രയും വർഷമായി കഴിഞ്ഞിട്ടുള്ളൂ. ഒരുപാട് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന, ഒരുപാട് വർഷത്തെ എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണപിള്ള ഉണ്ടായിരുന്ന കാലം മുതലുള്ള ബാലകൃഷ്ണപിള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്, വലിയ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമില്ലാത്ത ആളാണെങ്കിലും ഒരു 10-15-20 വർഷമായി സജീവമായ രാഷ്ട്രീയത്തിലുള്ള കെ വി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരിക്കലും ഒരു കേന്ദ്രമന്ത്രിയാവാൻ സാധ്യതയില്ല എന്ന് ഗണേഷ് കുമാറിന് അറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വന്ന് കേന്ദ്രമന്ത്രിയായ അല്ലെങ്കിൽ വലിയ വിജയം കരസ്ഥമാക്കിയിട്ടുള്ള സുരേഷ് ഗോപിയോടുള്ള അസൂയ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സുരേഷ് ഗോപി ഇത്തരം വിഷയങ്ങളൊന്നും വ്യക്തിപരമായ ഒരു വിഷയങ്ങൾ വെച്ച് ആരെയും ഉപദ്രവിക്കുന്ന ഇന്ന് വരെ കണ്ടിട്ടില്ല. അതാണ് സുരേഷ് ഗോപിയുടെ മാന്യത. പക്ഷേ രാഷ്ട്രീയം പറയേണ്ടടുത്ത് രാഷ്ട്രീയം പറയാതെ വ്യക്തിപരമായി കടന്നാക്രമിക്കാനും മറ്റു കാര്യങ്ങളും ഒക്കെ ശ്രമിക്കുമ്പോൾ സത്യത്തിൽ ഉമ്മൻചാണ്ടിയെ, എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം അതാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളെ അടുത്ത കാലത്തൊന്നും നമുക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല.
അദ്ദേഹത്തെ പോലെ ഒരാളെ ഇത്തരത്തിൽ തോന്നിവാസം പറയുകയും അദ്ദേഹമാണ് തൻ്റെ കുടുംബ പ്രശ്നത്തിന് കാരണമെന്ന് പറഞ്ഞു വെക്കുകയും ഒക്കെ ചെയ്യുന്നത് അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹം പറയാൻ വരില്ല എന്ന് ബോധ്യം. 2, അദ്ദേഹം ജീവിച്ചിരുന്നിരുന്നെങ്കിലും ഇത്തരം കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം മറുപടി പറയാറില്ല. അദ്ദേഹത്തെ വലിയ രീതിയിൽ ആക്രമിക്കുമ്പോഴും അദ്ദേഹം ആ വിഷയങ്ങളിൽ മറുപടി പറയാതെ മുന്നോട്ട് പോയ ഒരാളാണ്. അതാണ് അയാളുടെ ഒരു ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. ലോകം മുഴുവൻ കല്ലെറിഞ്ഞപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ആവശ്യമില്ലാത്തൊരു വാക്കോ ഒരു നോക്കോ പ്രവൃത്തിയോ ഒന്നും കണ്ടിട്ടില്ല. അത്രയേറെ നല്ലൊരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങളെപ്പോലുള്ളവർ പോലും സ്നേഹിക്കുന്ന ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായും ഉമ്മൻചാണ്ടിയെ കടന്നാക്രമിക്കുന്ന ഒരു ശരിയായ രീതിയാണോ എന്ന് ഗണേഷ് കുമാർ ചിന്തിക്കണം. ഗണേഷ് കുമാറിന്റെ കുടുംബം തകർത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഗണേഷ് കുമാറാണ്, മറ്റാരുമല്ല. ഒരാളുടെ കുടുംബജീവിതം തകരുന്നതിന് പൂർണ്ണ ഉത്തരവാദിത്വം സ്വന്തം സ്വഭാവത്തിനാണ് എന്ന് ഗണേഷ് കുമാർ മനസ്സിലാക്കണം. അത് യാമിനി തങ്കച്ചി പലവട്ടം പറഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളോട് പറഞ്ഞ കഥയ്ക്കപ്പുറം പല കഥകളും അവർ ഞങ്ങളോടൊക്കെ സ്വകാര്യമായി സംസാരിച്ചിട്ടുണ്ട്. ആ കഥകളൊന്നും ഇപ്പോൾ ഞങ്ങൾ പറയുന്നില്ല. നിങ്ങൾക്കൊരു പക്ഷേ എന്നെ അറിയാമായിരിക്കും. കോടതിയിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഞാനും യാമിനി തങ്കച്ചിയുമായിരുന്നു. യാമിനി തങ്കച്ചി എന്നെ കണ്ടാൽ കോടതിയിൽ വരുമ്പോൾ എന്നോട് ഏറെ നേരം സംസാരിക്കുന്ന ഒരാളായിരുന്നു. അധികം ആരോടും ബന്ധം പുലർത്താത്ത അവർ എന്നോട് നന്നായി സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ വ്യക്തിപരമായ വിഷയങ്ങളൊന്നും എനിക്ക് പറയാൻ താല്പര്യമില്ല. പക്ഷേ നിങ്ങളുടെ കുടുംബം തകർത്തതിൻ്റെ ഉത്തരവാദിത്വം ഉമ്മൻചാണ്ടിയുടെ തലയിൽ കെട്ടിവെക്കരുത്. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. ആദ്യ കാലഘട്ടത്തിലും നിങ്ങളും യാമിനി തങ്കച്ചിയും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നു. അവർ ആദ്യ ജീവനം കൊണ്ടോടി രക്ഷപ്പെട്ടു. പിന്നീട് വീണ്ടും ഒരു കുട്ടിയൊക്കെ ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് വീണ്ടും നിങ്ങളോട് ക്ഷമിച്ച് നിങ്ങളോടൊപ്പം വന്ന് താമസിച്ചു. വീണ്ടും നിങ്ങൾ അവരോട് ചെയ്ത വലിയ ക്രൂരതയാണ്. ആ ക്രൂരതയ്ക്ക് ശേഷം ക്രൂരത താങ്ങാനാവാതെയാണ് അവർ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത്, നിങ്ങളുടെ കുടുംബജീവിതം തകർന്നിട്ടുള്ളത്. കുട്ടികളൊക്കെ അങ്ങനെയാണ്. കുറച്ച് കഴിയുമ്പോൾ മന്ത്രിയൊക്കെയാണ്, അച്ഛൻ്റെ പദവിയൊക്കെ കാണുമ്പോൾ അല്ലെ അമ്മയുടെ പദവിയൊക്കെ അങ്ങനെ ആരാണോ പദവി ഉള്ളവരുടെ അടുത്തേക്കൊക്കെ കുട്ടികളൊക്കെ വരും. കുട്ടികളൊക്കെ കുറച്ച് മറക്കാനും ഒക്കെ തയ്യാറാകും. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുമായി ഒരു ബന്ധമുള്ളത്. മാത്രമല്ല നിങ്ങൾക്ക് മറ്റു ബന്ധങ്ങളിൽ കുട്ടികളില്ലാത്തത് കൊണ്ട് നിങ്ങൾ ആത്യന്തികമായി നിങ്ങൾക്ക് കുട്ടികളോട് ആ കുട്ടികളാണല്ലോ നിങ്ങളുടെ കുട്ടികൾ. അതുകൊണ്ടായിരിക്കും പക്ഷേ ആ കുട്ടികൾ നിങ്ങളോട് ഇപ്പോഴും ബന്ധം പുലർത്തുന്നു എന്ന് നിങ്ങൾ ഇന്നലെ പറയുന്നുണ്ട്. ഏതായാലും അതായിരിക്കാം. പക്ഷേ എങ്കിലും അവരുടെ അമ്മയെ കൈവിടാൻ അവരൊരിക്കലും തയ്യാറാകില്ല. കാരണം അത്രയേറെ സഹിച്ചും ക്ഷമിച്ചും അവരുടെ അമ്മ നിങ്ങളോടൊപ്പം ജീവിക്കുന്നവർ കണ്ടിട്ടുണ്ട്. അത് ആ കുട്ടി തന്നെ, ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി തന്നെ അന്ന് എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ എങ്ങനെയാണ് ആ കുട്ടി ഈ വിവരങ്ങൾ അറിഞ്ഞതെന്നും ആ കുട്ടിയുടെ മാനസികാവസ്ഥയൊക്കെ ആ സമയത്ത് ആ കുട്ടി എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അവർ യാമിനി തങ്കച്ചിയും അവരുമായും അതുപോലെ തന്നെ യാമിനി തങ്കച്ചിയുടെ വീട്ടിലുണ്ടായിരുന്ന മറ്റൊരു, എനിക്ക് തോന്നുന്നു അവരുടെ വീട്ടിൽ വർഷങ്ങളായി ജോലിക്ക് നിന്നിരുന്ന സ്ത്രീയാണ്. അവർ പിന്നീട് ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയായിരുന്നു. അവരുമൊക്കെ എനിക്ക് നല്ല ബന്ധമായിരുന്നു. അതുകൊണ്ട് വളരെ അടുത്തിരുന്ന് സംസാരിക്കുന്ന, ആ കാലഘട്ടത്തിൽ വളരെ അടുത്തിരുന്ന് സംസാരിക്കുന്ന കുറച്ച് ആൾക്കാരിൽ ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൂർണ്ണമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ കുടുംബജീവിതം തകർന്നതിന് ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. മറിച്ച് നിങ്ങളത് ഉമ്മൻചാണ്ടിയുടെ തലയിലോ മറ്റാരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. അതൊരു നല്ല രീതിയുമല്ല.